ഗായ്സ് വെൽക്കം ടു പവർ വീഡിയോ ഗായ്സ്. ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയേക്കുവാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടിയായിരുന്നു ഗായ്സ്. അതിനെല്ലാ മച്ചാന്മാർക്കും നന്ദി. ഈ വീഡിയോയും അതേപോലെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് പറ്റിയ ടൈം ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ എനിക്ക് ഉപകാരപ്പെടും ഗൈസ്. എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വണ്ടി ഒന്ന് മോഡിഫിക്കേറ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ നമ്മുടെ പോലീസ് ചേസിങ് ഒക്കെ ഉണ്ടായപ്പം നമ്മുടെ പോർഷയാണെങ്കിൽ നശിച്ചിട്ടുണ്ടായിരുന്നു ഗായ്സ്. തീ പിടിച്ച് ബ്ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിൽ വളരെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പോർഷ ഞാൻ നല്ലോണം മോഡിഫിക്കേറ്റ് ചെയ്ത് കൊണ്ടു നടന്ന വണ്ടിയായിരുന്നു ഗായ്സ്. അതുകൊണ്ട് എനിക്ക് വളരെ വിഷമമുണ്ട് ഗായ്സ്. അതുകൊണ്ട് ഞാൻ എൻ്റെ നിസാൻ GTR മോഡിഫിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നേരെ നമ്മുടെ മോഡിഫിക്കേഷൻ സെൻറ്ററിലോട്ട് പോവുകയാണ് ഗൈസ്. എന്തായാലും വണ്ടി തിരിച്ചെടുക്കണം ഗൈസ്. സൂക്ഷിച്ച് തിരിച്ചെടുത്തില്ലെങ്കിൽ പൂളിലെങ്ങാണം പോയി കിടക്കും ഗൈസ്. കുറേ എക്സ്പീരിയൻസ് എനിക്കുള്ളതാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെയോ തിരിച്ചെടുക്കുവാണ് പൂളി വീരാതെ ഗൈസ്. നമ്മുടെ ഡോറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്ക് സീസേ ഗൈസ്. അങ്ങനെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഈ ഡോറൊക്കെ തുറക്കും ഗൈസ്. ടെക്നോളജിയാണ് ഗൈസ് അതൊക്കെ ഗൈസ്. നമുക്ക് നേരെ ലൊക്കേഷൻ മാർക്ക് ചെയ്യാം ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ലൊക്കേഷൻ അങ്ങോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഗായ്സ്. ഇനി നമുക്ക് നേരെ നമ്മുടെ എവിടോട്ട് പോകണം ഗായ്സ്? നമ്മുടെ റിപ്പയറിങ് ഷോറൂമിൻ്റെ ഭാഗത്തോട്ട് പോകണം. നമ്മുടെ ബെന്നി മച്ചാൻ്റെ മെക്കാനിക് ഷോപ്പിലോട്ട് പോകാൻ പെട്ടെന്ന് ഗൈസ്. അങ്ങനെ നമ്മൾ ബെന്നിയുടെ മെക്കാനിക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ ബെന്നി മച്ചാൻ മോഡിഫൈ ചെയ്യാൻ പോവാണ്. നമുക്ക് ബെന്നി മച്ചാനോട് നല്ലൊരു കളർ പറഞ്ഞു കൊടുക്കാം. ബ്ലൂ വേണ്ട ബെന്നി മച്ചാനെ, ഇത് വേണ്ട, ഗ്രീൻ മതി ബെന്നി മച്ചാനെ. ഗ്രീൻ തന്നെ അടിച്ചേക്ക് ബെന്നി മച്ചാനെ. അടുത്ത മോഡിഫൈഡ് ഗൈസ്. ബെന്നി മച്ചാൻ്റെ ഒരു AI റോബോട്ടാണ് നമ്മുടെ ഈ വണ്ടി മോഡിഫൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നല്ല വൃത്തിക്ക് തന്നെ മോഡിഫൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്ലാസ് ഒക്കെ ടിൻതാക്കിയിട്ടുണ്ട്. ഇനി വീൽ സ്മോക്കൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. അടിപൊളി വീൽ സ്മോക്കൊക്കെ ഇടുന്നുണ്ട് ഗൈസ് നമ്മുടെ ബെന്നി മച്ചാൻ. ഈ ടയറിൻ്റെയൊക്കെ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടിയൊക്കെ ഒന്ന് ബൂസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ബെന്നി മച്ചാൻ കുറേ സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. എൻജിൻ റിപ്പയറിങ്ങും എൻജിൻ സർവീസും ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ പണികൾ ബെന്നി മച്ചാൻ ചെയ്യുന്നുണ്ട്. നൈട്രോ ഒക്കെ വെക്കുന്നുണ്ട് വണ്ടിയിൽ. ടിപ്പ് ബെന്നി മച്ചാൻ പറഞ്ഞു റെഡ് മതിയെന്ന്. അങ്ങനെ ബെന്നി മച്ചാൻ ഇനി സ്റ്റിക്കറൊക്കെ പതിക്കുവാണ് ഗൈസ്. നമ്മുടെ പഴയ വണ്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് പഴയ വണ്ടിയിലുള്ള കുറച്ച് സ്റ്റിക്കർ പതിക്കാം. ഫ്രണ്ടിൽ അയൺ മതി ഗൈസ്. ഇനി നമുക്ക് സൈഡിലാണെങ്കിൽ നമ്മുടെ ജോക്കറിൻ്റെ പടം പതിപ്പിക്കണം ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ജോക്കറിൻ്റെ പടം ഒന്ന് പതിപ്പിച്ചേക്കാം ഗൈസ്. എന്തായാലും നമ്മൾ ഈ ജോക്കറിൻ്റെ പടം ഒന്ന് പതിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എല്ലാം സെറ്റാക്കാം ഗൈസ്. ഇനി നമുക്ക് ബാക്കിലും കൂടെ ഒരെണ്ണം വെക്കണം ഗൈസ്. അതിന് മുമ്പ് ഈ സൈഡിൽ നല്ല ഒരെണ്ണം വെക്കട്ടെ. ജോക്കർ തന്നെ മതി ഗൈസ്. ജോക്കറാണ് പെർഫെക്റ്റ് ഗൈസ്. എന്തായാലും നമ്മൾ ജോക്കർ തന്നെ വെക്കുന്നുണ്ട് ഗൈസ് പെർഫെക്റ്റ് ആയിട്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ ബാക്കിലൊക്കെ സെറ്റപ്പൊക്കെ ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പരിപാടിയൊക്കെ സെറ്റപ്പായിട്ടുണ്ട് ഗൈസ്. എന്തായാലും പരിപാടിയൊക്കെ സെറ്റപ്പായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ വണ്ടി ഇറക്കാം കേട്ടോ ഗൈസ്. നമ്മളാണെങ്കിൽ നേരെ നമ്മുടെ വണ്ടി ഇറക്കുന്നുണ്ട് ഗൈസ്. പവർ വണ്ടിയാണ് ഗൈസ്. സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് ഗൈസ്. നമ്മുടെ സ്വന്തം നിസാൻ GTR ഗൈസ്. അങ്ങനെ നമ്മുടെ GTR എടുത്ത് നേരെ പോകണം ഗൈസ്. അടിപൊളി സെറ്റപ്പ് സ്പീഡൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. നൈട്രോ ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. നൈട്രോ ഒക്കെ വെക്കുമ്പം വണ്ടി പറക്കുവാണ് ഗൈസ്. വണ്ടി പറക്കുന്നുണ്ട് ഗൈസ്. അടിപൊളി വണ്ടി ഗൈസ്. ചീറ്റപ്പുലിയെ പോലെ പറക്കുന്നുണ്ട് ഗൈസ്. നല്ല രസം ഗൈസ്. അടിപൊളി വണ്ടി തന്നെയാണ് ഗൈസ്. നമ്മളിതാ ഇങ്ങനെ നൈട്രോ ഇട്ട് പറപ്പിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഗൈസ്, ഒരു ട്രാക്ടറുകാരനെ ഇടിച്ച് ഗൈസ്. അന്നെന്താ വീൽ സ്മോക്കൊക്കെ കണ്ട ഗൈസ്. പിങ്ക് വീൽ സ്മോക്കാണ്. നല്ല രസമുണ്ട് ഗൈസ്. ഈ വണ്ടി വെച്ച് റേസ് ചെയ്താൽ നമ്മൾ തന്നെ വിൻ ചെയ്യും ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വീടിൻ്റെ ഭാഗത്തോട്ട് തിരിച്ചു പോകണം ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ ഭാഗത്തോട്ട് പോവാം ഗൈസ്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ വീടാണോ കാണുന്നത്? അല്ല ഗൈസ്, എനിക്ക് വഴി തെറ്റിപ്പോയെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇനി ബാക്ക് എടുക്കണം ഗൈസ്. വഴി തെറ്റിപ്പോയി, കുറച്ച് സ്പീഡ് കൂടിപ്പോയുണ്ട്. നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് അങ്ങ് പോയി ഗൈസ്. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് എടുക്കേണ്ടത് ഗൈസ്. നമ്മൾ നേരെ ഇവിടുന്ന് റൈറ്റ് എടുക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തോട്ട് തിരിയണം ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ വീടെത്തി ഗൈസ്. നമ്മുടെ പൊളി വീടെത്തി ഗൈസ്. ഇനി നമുക്ക് സൂക്ഷിച്ച് തന്നെ കേട്ടണം അകത്തോട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സീനാവാൻ സാധ്യതയുണ്ട് ഗൈസ്. സീനെന്ന് വെച്ചാൽ എന്തുവാണ്? പൂളി വീഴും ഗൈസ്. അതാണ് സീൻ
ഗൈസ്. അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ചെടുക്കാം. നൈട്രോ ഒന്നും ഇവിടെ വെച്ച് ഇടണ്ട, നേരെ പൂളിൽ പോയി കിടക്കും ഗൈസ്. നമുക്ക് നേരത്തെ അനുഭവം ഉള്ളതാണ് ഈ നിസാൻ GT-R. നേരത്തെ പൂളിൽ പോയായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ കുറേ കോടി രൂപ കൊടുത്ത് ശരിയാക്കി എടുത്തതാണ് ഗൈസ്. വെള്ളമൊക്കെ എൻജിനിലൊക്കെ വെള്ളം കയറിയായിരുന്നു ഗൈസ്. നമ്മുടെ ഏകദേശം നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഗരേജിലാണെങ്കിൽ നമ്മുടെ ഫെറാറി ഉണ്ട്, നിസാൻ GT-R ഉണ്ട്. നമ്മുടെ ലംബോഗിനി ആണെങ്കിൽ നമ്മുടെ ഷിൻചാനും ഡോറിമോനും കൂടെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. അവർക്ക് സ്കൂളിൽ പ്രദർശനമുണ്ട്, വണ്ടി പ്രദർശനം. അതിന് വേണ്ടി കൊണ്ടുപോയാണ് ഗൈസ്. അവരുടെ വീട്ടിലുള്ള പ്രൈസാണ് വണ്ടീസ് കാണിക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മത്സരത്തിന് വേണ്ടി കൊണ്ടുപോയേക്കുമാണ്. വീട്ടിലുള്ള വണ്ടി കാണിക്കാൻ വേണ്ടി അവൻ്റെ മാഷ് വന്ന് എടുത്തിട്ട് പോയി ഗൈസ്. നമ്മുടെ പവർ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. സെറ്റപ്പ് അല്ലേ ഗൈസ്? ഈ വണ്ടികൾ ഇഷ്ടപ്പെട്ട ഒന്ന് ചാനൽ സബ് ചെയ്യണേ. നിങ്ങൾ സുപ്ര ഫാൻ ആണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗൈസ്. എന്തായാലും ഗൈസ് ഇനി നമുക്ക് എന്തായാലും നേരെ നമ്മുടെ പരിപാടി ഇവിടെ ഇരിക്കാം ഗൈസ്. കുറച്ച് നേരം ഗൈസ് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് കുറച്ച് നേരം ഇരിക്കാം ഗൈസ്. ഫോണിൽ ആരോ വിളിക്കുന്നല്ലോ ഗൈസ്. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ആരാ? എന്താ ലെസ്റ്ററെ വിളിച്ചത്? ലെസ്റ്ററെ എന്താ കാര്യം? കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗോൾഡ് റോബറി ചെയ്തില്ലേടാ? ആയിരുന്നു? നിന്റെ പൈസ തരാം. ലെസ്റ്റർ അണ്ണനാണ് ഇപ്പൊ വിളിച്ചത് ഗൈസ്. ലെസ്റ്റർ അണ്ണൻ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റോബറി ചെയ്തായിരുന്നല്ലോ. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഗോൾഡൊക്കെ അടിച്ചു മാറ്റിയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പോർച്ച പൊട്ടിപ്പോയത് ഗൈസ്. എനിക്കതിന് വളരെ വിഷമമുണ്ട് ഗൈസ്. അതുകൊണ്ട് ലെസ്റ്റർ നമുക്ക് പൈസ തരുന്നുണ്ട്. അല്ലെങ്കിലും പൈസ തരും ഗൈസ്. നമ്മൾ ജോബ് ചെയ്ത് കൊടുത്തേ അല്ലേ ലെസ്റ്ററിന്. എന്തായാലും പൈസ തരാൻ പോവാണ്. നമുക്ക് നേരെ ലെസ്റ്ററിൻ്റെ ബേസിലോട്ട് പോവാട്ടോ കേസ്. നമ്മുടെ വേറെ വണ്ടിയൊന്നും എടുക്കുന്നില്ല. നമ്മുടെ ഏറ്റവും വില കുറഞ്ഞ വണ്ടിയായിട്ടുള്ള താർ എടുക്കാം. മറ്റേക്ക് കുറേ കോടി രൂപയുടെയാണ്. അതെങ്ങാണോ ഇനി നശിച്ചു പോയാൽ എനിക്ക് ഭയങ്കര വിഷമമാവും ഗൈസ്. അതുകൊണ്ട് നമുക്ക് അതൊന്നും എടുക്കണ്ട ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ പവർ താറ് തന്നെ എടുത്തിട്ട് പോവാട്ടോ ഗൈസ്. താറാവുമ്പോൾ നല്ല പവറാണ് ഗൈസ്. നല്ലോണം ഡാമേജ് ഒക്കെ താങ്ങും ഗൈസ്. പിന്നെ വിലയില്ലല്ലോ അധികം ഗൈസ്. 8 ലക്ഷം രൂപ എങ്ങാണ്ടേ ഉള്ളു. 8, 9, 10 ലക്ഷം എങ്ങാണ്ടേ ഉള്ളു ഗൈസ്. പക്ഷേ നമ്മുടെ സുപ്രയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് അല്ലെ? സുപ്രയുടെ ഫെറാറിക്കും നിസാനും ഒക്കെ ഭയങ്കര വിലയാണ് ഗൈസ്. അതാണ് നമ്മൾ അതൊന്നും കൊണ്ടുപോകാത്തത്. ഫെറാറിക്കൊരു 2 കോടി 3 കോടി രൂപയൊക്കെ ആവും ഗൈസ്. അതുകൊണ്ട് നമുക്കത് നശിപ്പിക്കേണ്ടാവുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ കാർ എടുത്ത് പോവാട്ട ഗൈസ്. നമ്മുടെ ലെസ്റ്ററിൻ്റെ ബേസിലോട്ട്. ലെസ്റ്ററിൻ്റെ ബേസ് ഗൈസ് ഇവിടെ തന്നെയാണ്. നമ്മുടെ ലെസ്റ്ററിൻ്റെ ബേസ് വരുന്നത് വെച്ചാൽ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ പോവാട്ട ഗൈസ്. നമ്മൾ നേരെ പോകുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ബേസിൻ്റെ അകത്തോട്ട് കയറാട്ടോ ഗൈസ്. പെട്ടെന്ന് നമുക്ക് ലെസ്റ്ററിൻ്റെ ബേസിനകത്തോട്ട് കയറാട്ടോ ഗൈസ്. നമ്മൾ ലെസ്റ്ററിൻ്റെ ബേസിൽ കയറിയിട്ടുണ്ട്. ലെസ്റ്റർ നമുക്ക് പൈസയൊക്കെ തന്നു ഗൈസ്. സെറ്റപ്പ് ആയല്ലോ ഗൈസ്. ഇനി നമുക്ക് എന്തായാലും ഒരു വണ്ടി മേടിക്കാട്ടോ ഗൈസ്. എനിക്ക് ബൈക്ക് അധികമില്ല ഗൈസ്. 2 ബൈക്കുണ്ട്. ഒരു 100 ഉണ്ട്, 200 ഉണ്ട്. പിന്നെ നമ്മുടെ സ്പ്ലെൻഡർ ഉണ്ട് കേട്ടോ. സ്പ്ലെൻഡർ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ കാണാനില്ല ഗൈസ്. ആരും അടിച്ചു മാറ്റിയെന്നാണ് തോന്നുന്നത് ഗൈസ്. അത് കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ സ്പ്ലെൻഡർ പോയെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ അപ്പൂപ്പൻ്റെ വണ്ടിയായിരുന്നു ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. അതധികം വിലയില്ല ഗൈസ്. എന്നാലും എൻ്റെ പാരമ്പര്യ വണ്ടിയാണ് ഗൈസ്. കാണുവാനില്ല ഗൈസ്. ഇപ്പോൾ ഈ ഗൈസ് കുഴപ്പമില്ല ഗൈസ്. ഇപ്പോൾ ഒരു വണ്ടി മേടിക്കാം. ഇപ്പോൾ നമ്മൾ മേടിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒരു പവർ വണ്ടിയായിരിക്കും. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് പവർ ആക്കാം ഗൈസ്. എന്തായാലും നമുക്ക് പോയി മേടിക്കാം ഗൈസ് ആ വണ്ടി ഗൈസ്. പവർ ഒരു വണ്ടിയെ മേടിക്കണം ഗൈസ്. എന്തായാലും എൻ്റെ ഊഹമെന്ന് വെച്ചാൽ അടിപൊളി വണ്ടി മേടിക്കാനാണ് ഗൈസ്. എന്തായാലും മേടിക്കാൻ പോവാട്ടെ ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ഷോറൂമിനകത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വണ്ടി സെലക്ട് ചെയ്യാം ഗൈസ്. നമുക്ക് കാറല്ല വേണ്ട, ബൈക്കാണ് ഗൈസ്. നമ്മുടെ പോർഷയൊക്കെ ഇനി കിടപ്പുണ്ട് ഗൈസ്. ഇപ്പോൾ എൻ്റെ കോടി രൂപയൊന്നും ഇല്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ പോർഷയൊന്നും എടുക്കുന്നില്ല ഗൈസ്. നമുക്ക് ബൈക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഡ്യൂക്ക് തന്നെ എടുക്കാം കേട്ടോ. KTM ഡ്യൂക്ക് തന്നെ എടുക്കാം. നമ്മളെന്തായാലും KTM ഡ്യൂക്ക് തന്നെ എടുക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും ഡ്യൂക്ക് പൊളിയാണ് ഗൈസ്. ചെത്തി നടക്കാം ഗൈസ്. ഇനി നമുക്ക് ഡ്യൂക്ക് കിട്ടിയല്ലോ ഗൈസ്. ഇനി ചെത്തി നടക്കാം ഗൈസ്. എന്തായാലും നമുക്ക് ഡ്യൂക്കിൻ്റെ അടുത്തോട്ട് പോകട്ടെ. ഏകദേശം നമ്മുടെ ഡ്യൂക്ക് പുറവിലായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമുക്ക് നേരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി ഡെലിവറി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഓടിച്ചു പോവാട്ടെ ഗൈസ്. ഡ്യൂക്കിൻ്റെ ശബ്ദമൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാം ഗൈസ്.
പവർ ശബ്ദമാണ് ഗായ്സ് നമ്മുടെ KTM ഡ്യൂക്കിന് ഗായ്സ്. പവർ ശബ്ദം തന്നെ ഗായ്സ്. നമ്മുടെ സ്പ്ലെൻഡറിൻ്റെയൊക്കെ ശബ്ദം പോലെ ഇരിക്കുന്നു ഗായ്സ്. കുഴപ്പമില്ല ഗായ്സ്, നല്ല ശബ്ദം തന്നെ ഗായ്സ്. ഇനി നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോകണ്ട. നമ്മൾ സ്പ്ലെൻഡർ മോഡിഫൈ ഇപ്പം ചെയ്യുന്നില്ല. സ്പ്ലെൻഡർ അല്ല ഡ്യൂക്ക് ഗായ്സ്. ഡ്യൂക്ക് നമ്മളിപ്പോൾ മോഡിഫൈ ചെയ്യുന്നില്ല എന്തായാലും ഗൈസ്. നമുക്ക് ഡ്യൂക്ക് കൊണ്ട് നേരെ നമ്മുടെ വീട്ടിലിടാം കേട്ടോ ഗൈസ്. എന്നിട്ട് കുറച്ച് നേരം എനിക്കൊന്ന് TV ഒന്ന് കാണണം. TV ന്യൂസൊക്കെ കണ്ടിട്ട് കുറേ നാളായി ഗൈസ്. ഇടയ്ക്ക് വെച്ച് എനിക്ക് തുമ്മൽ വന്നു ചാറ്റൊക്കെ കണ്ടിട്ട് കുറേ നാളായി. എന്തായാലും TV ഒക്കെ പോയി ഒന്ന് കാണാം ഗൈസ്. കുറേ നാളായി ഗൈസ്. ഞാൻ ന്യൂസൊക്കെ കേട്ടിട്ട് ഗൈസ്. ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൂടി ഞാൻ അറിയുന്നില്ല ഗൈസ്. എന്തായാലും ന്യൂസ് കാണണം ഗൈസ്. ഞാനൊന്നും അറിയുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ ന്യൂസ് പോയി കാണാം ഗൈസ്. എന്തായാലും നമ്മുടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യണം ഗൈസ്. വണ്ടി സ്റ്റണ്ടടിച്ചൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. നമ്മളിതാ വണ്ടി ബാക്ക് എടുത്ത് പാർക്ക് ചെയ്തിരുന്നുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഇങ്ങനെ തന്നെ ഡ്യൂക്കിടാട്ടോ ഗൈസ്. നമുക്ക് അതിൻ്റെ ലുക്കൊന്ന് നോക്കട്ടെ ഗൈസ്. പവർ ലുക്ക് തന്നെയാണല്ലോ നമ്മുടെ ഡ്യൂക്കിന്. ഡ്യൂക്ക് പവറാണ് ഗൈസ്. ഡ്യൂക്ക് പവറാണ് ഗൈസ്. ഡ്യൂക്ക് മുത്താണ് ഗൈസ്. നമ്മുടെ മുത്താണ് ഗൈസ് നമ്മുടെ ഡ്യൂക്ക് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നേരെ പോകണം ഗൈസ്. നമ്മുടെ ഡ്യൂക്ക് മുത്താണ് ഗൈസ്. അല്ലേലും നമ്മുടെ ഡ്യൂക്ക് മുത്ത് തന്നെയാണ് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ഡ്യൂക്ക് മുത്ത് തന്നെയാണ് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മുകളിലോട്ട് പോകട്ടെ ഗൈസ്. എന്നിട്ട് ന്യൂസ് കാണാം ഗൈസ്. ന്യൂസ് എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഗൈസ് എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോയി ന്യൂസ് കാണാം ഗൈസ്. ഞാൻ ഇത് ഡ്രസ്സിങ് ഏരിയയിലോട്ട് പോകുന്നത് ന്യൂസ് ഏരിയയിലോട്ടല്ലേ പോകണ്ട ഗൈസ്. നമുക്ക് എന്തായാലും ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം ഗൈസ്. ന്യൂസിൽ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഒരു ചലഞ്ച് വെച്ചേക്കുവാണ്. എന്ന് വെച്ചാൽ വാട്ടർ എലമെൻ്റൽ കാർ ആരാ പണിത് കൊടുക്കുന്ന അവർക്ക് ഒരു 10 കോടി രൂപ കിട്ടുമെന്നാണ് ഗൈസ്. നമുക്ക് എന്തായാലും പോയി പങ്കെടുക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് 10 കോടി രൂപ നേടാം ഗൈസ്. നമ്മൾ വാട്ടർ എലമെൻ്റൽ കാറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ബാക്കി ആൾക്കാരൊക്കെ പല പല എലമെൻ്റൽ കാർ സെലക്ട് ചെയ്യും ഗൈസ്. ജലം, വായു, പിന്നെ ഭൂമി, പിന്നെ അഗ്നി, അത്രയും എലമെൻ്റലാണല്ലോ ഉള്ളത് ഗൈസ്. നമ്മളെന്തായാലും ജലമാണ് സെലക്ട് ചെയ്യാൻ പോണത്. വാട്ടറാണ് ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ വാട്ടർ എലമെൻ്റൽ ബൈക്കാണ് ഗൈസ്. ബൈക്കാണ് കേട്ടോ, കാറല്ല ഗൈസ്. ബൈക്കാണ് ഗൈസ്. നമുക്ക് എന്തായാലും നമുക്ക് വാട്ടർ എലമെൻ്റൽ കാർ വാട്ടർ എലമെൻ്റൽ ബൈക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കാം ഗൈസ്. എനിക്ക് എപ്പോഴും തെറ്റില്ല ഗൈസ്. ബൈക്ക് കാറും ബൈക്കാണ് ഗൈസ്. നമ്മളെന്തായാലും നേരെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക വിളിക്കാം ഗൈസ്. നമുക്ക് ക്യാപ്റ്റൻ അമേരിക്കയോട് ചോദിക്കാം. ക്യാപ്റ്റൻ അമേരിക്ക ഞാൻ വാട്ടർ എലമെൻ്റലാണ് സെലക്ട് ചെയ്തേക്കുന്നത്. എലമെൻ്റൽ ബൈക്കാണ്. ഈ മോഡിഫൈ ചെയ്യണം അല്ലേ ഒരു ബൈക്ക് മേടിച്ചിട്ട്. ജാക്ക് വണ്ടി മേടിക്കുമ്പോ ഞാനും കൂടെ വരും കേട്ടോടാ ജാക്ക്. വണ്ടി എടുത്തു കഴിഞ്ഞ് മോഡിഫിക്കേഷൻ സെന്ററിലോട്ട് വരാൻ ഞാൻ കാണത്തില്ല. വണ്ടി ഡെലിവറി എടുക്കാൻ ഞാൻ കാണും കേട്ടോ. ക്യാപ്റ്റൻ അമേരിക്ക ബാ എന്തായാലും കേസ് നമുക്ക് ക്യാപ്റ്റൻ അമേരിക്കയോട് പറയാം കേസ്. അങ്ങനെ ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞേച്ചാൽ നമ്മുടെ കൂടെ ക്യാപ്റ്റൻ അമേരിക്കയും വരുമെന്നാണ് ഗൈസ്. എന്തായാലും നമുക്ക് ക്യാപ്റ്റൻ അമേരിക്കയെ കൊണ്ടുപോകാം ഗൈസ്. നമ്മൾ നേരെ നമുക്ക് നടക്കാം കേട്ടോ ഗൈസ്. നമ്മളെന്തായാലും നടക്കുവാണ് ഗൈസ്. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക പുറകിന് തന്നെ വരുന്നുണ്ട് ഗൈസ്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ക്യാപ്റ്റൻ അമേരിക്ക പുറകിന് തന്നെ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി കയറാട്ടെ. ക്യാപ്റ്റൻ അമേരിക്ക ഇപ്പോൾ കയറുന്നതായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി കയറാട്ടെ ഗൈസ്. നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം. പവർ ഗൈസ്. അടിപൊളി ഒരു ലുക്ക് ഡ്രസ്സ് ഇടണം ഗൈസ്. നമുക്ക് കാർ ഡെലിവറി ചെയ്യാൻ പോകേണ്ടേ, അതുകൊണ്ട് ഈ ഡ്രസ്സ് ഇടണ്ട ഗൈസ്. നേരത്തെയാണ് സിമിയോണി കണ്ടായിരുന്നു. അവൻ വിചാരിക്കും ഇവനും നോക്കി കാർ മേടിക്കുന്നവന് ചിരിക്കും ഗൈസ്, കളിയാക്കി. അതുകൊണ്ട് നമുക്ക് വേഷമൊന്ന് മാറണം ഗൈസ്. അതിന് വേണ്ടി നമ്മൾ വീട്ടിലോട്ട് പോകണം ഗൈസ്. എന്തായാലും പോകട്ടെ ഗൈസ്. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും കൊണ്ട് ഗൈസ് നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീടിൻ്റെ ഭാഗത്തോട്ട് വിട്ടേക്കാം. എന്തായാലും എനിക്കൊരു മാസ്ക് ഇടണം ഗൈസ്. മാസ്കും ഡ്രസ്സും ഒക്കെ ചേഞ്ച് ചെയ്യണം. നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ ഭാഗത്തോട്ട് പോകാം പെട്ടെന്ന് തന്നെ ഗൈസ്. നമുക്ക് എന്തായാലും ഏകദേശം നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ക്യാപ്റ്റൻ അമേരിക്കയോടൊക്കെ പറഞ്ഞ് മാസ്ക് വെക്കാനാണ് കേസ്. അങ്ങനെ നമ്മൾ മാസ്കും വെച്ച് ഡ്രസ്സൊക്കെ മാറി പവറായിട്ടുണ്ട് ഗൈസ്. ഈ ഡ്രസ്സ് അധികം ഞാൻ ഇടാറില്ല. അതുകൊണ്ട് സിമിയോണി വിചാരിക്കും വേറെ ഏതെങ്കിലും ഒരുത്തനാണെന്ന് ഗൈസ്. എന്നെപ്പോലെ 7 പേരുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഗൈസ്. അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. എല്ലാവരും പോവാണ്ട ഗൈസ്. എന്നാൽ ഞാനാണെങ്കിൽ പവർ എടുത്തൊക്കെ പോവുകയാണ് ഗൈസ്. എന്തായാലും നല്ല പവർ വിടണം ഗൈസ്. പവർ വിട്ടാലല്ലേ പവർ ആവുകയുള്ളൂ. മച്ചു നമുക്ക് വിടാൻ പറ്റൂ. എന്തായാലും പവർ അല്ലേ ഗൈസ്. പവർ
ഗായ്സ്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് നമ്മുടെ നിഞ്ച ഗായ്സ്. നമുക്ക് നല്ല ബൈക്ക് സെലക്ട് ചെയ്യാം ഗായ്സ്. നല്ലൊരു ബൈക്ക് സെലക്ട് ചെയ്യട്ടെ ഗായ്സ്. നമുക്ക് നേരെ സെലക്ട് ചെയ്യാം കേട്ടോ ഗായ്സ്. നമുക്കത് സെലക്ട് നമ്മളെന്തായാലും ഡ്യുക്കാട്ടി പാനിഗറാണ് മേടിക്കുന്നത്. നമ്മൾ ഡ്യുക്കാട്ടി പാനിഗറാണ് മേടിക്കാൻ പോണ ഗായ്സ്. നമുക്ക് എന്തായാലും ഡ്യുക്കാട്ടി പാനിഗർ ഡെലിവറി എടുക്കാം ഗായ്സ്. നമുക്ക് നേരെ നമ്മൾ ഡ്യുക്കാട്ടി പാനിഗറിൻ്റെ ലൊക്കേഷനിലോട്ട് പോവാട്ടാ ഗൈസ്. നമ്മൾ നേരെ നമ്മൾ ഡ്യുക്കാട്ടി പാനിഗറിൻ്റെ അടുത്തോട്ട് പോകാൻ പോവാണ് ഗൈസ്. നമുക്ക് ഇതാണ് വാട്ടർ എലമെൻ്റൽ ബൈക്ക് ആക്കേണ്ടത്. വാട്ടർ എലമെൻ്റൽ ഡ്യുക്കാട്ടി പാനിഗർ ആക്കണം ഗായ്സ്. നമ്മൾ എന്തായാലും നേരെ നമ്മൾ ഡ്യുക്കാട്ടി പാനിഗറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതിനൊരു 1 കോടി രൂപയൊക്കെ ആവും ഗായ്സ്. നമ്മൾ പൈസ നോക്കിയില്ല. ജയിച്ചാൽ നമുക്ക് 10 കോടി രൂപയായിരിക്കും തരുന്നത് ഗൈസ്. അതുകൊണ്ട് ഞാൻ വിഷയമാക്കിയില്ല ഗൈസ്. നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞു വെച്ചാൽ ക്യാപ്റ്റൻ അമേരിക്ക പോവുകയാണെന്നാണ് ഗൈസ്. നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക പോയിട്ടുണ്ട് ഗൈസ്. പറന്ന് ഇപ്പോഴും നടന്നു പോയിട്ടുണ്ട് ഗൈസ്. പെട്ടെന്ന് ഓടാനുള്ള ശക്തി ഉണ്ടല്ലോ നമ്മുടെ ക്യാപ്റ്റന് ഗൈസ്. നമുക്ക് നേരെ പോവാട്ടാ ഗൈസ്. നമ്മുടെ പാനിഗറുണ്ട്, പവർ ഇപ്പോഴുള്ള പാനിഗറാണ് ഗൈസ്. നമ്മുടെ ഡ്യുക്കാട്ടി പാനിഗർ ഗൈസ്. നമുക്ക് മോഡിഫിക്കേഷൻ സെന്ററിലോട്ട് ഇതാ നമ്മുടെ ഡ്യുക്കാട്ടി പാനിഗർ എടുത്ത് ഗൈസ് നമ്മൾ നേരെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ വരുന്ന വഴിയൊന്നും കാണിച്ചില്ല, വെറുതെ ആകർഷിക്കണ്ടല്ലോ ഗൈസ്. ഇത്രയും നേരം നിങ്ങൾ ഇതിനു വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിരുന്നത് ഗൈസ്. ഈ എലമെൻ്റൽ ബൈക്ക് എന്തുവാണെന്ന് കാണാൻ ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ എലമെൻ്റൽ ബൈക്ക് ബ്ലൂ ഷെയ്ഡ് അടിക്കാം ഗൈസ്. എലമെൻ്റൽ ആണല്ലോ ഗൈസ്. വാട്ടർ എലമെൻ്റൽ ആകുമ്പോൾ ബ്ലൂ കളറാണ് അടിക്കേണ്ടത് ഗൈസ്. ഇവിടെ വേറെ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഗൈസ്. മിനിമം മോഡിഫിക്കേഷനേ ചെയ്യാവോളെന്നാണ് നമ്മുടെ ആര് പറഞ്ഞത്, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മിനിമം മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നുള്ളൂ ഗൈസ്. എന്തായാലും നമുക്ക് മിനിമം മോഡിഫിക്കേഷനൊക്കെ ചെയ്യാം. ഈ ടയറൊക്കെ ഒന്ന് വലുതാക്കി കൊടുക്കാം ഗൈസ്. എന്നാൽ പവർ ഡ്യുക്കാട്ടി പാനിഗർ ആവും ഗൈസ്. പവർ എലമെൻ്റൽ ഡ്യുക്കാട്ടി പാനിഗർ ആവും ഗൈസ്. വാട്ടർ എലമെൻ്റൽ ഡ്യുക്കാട്ടി പാനിഗർ ആവും ഗൈസ്. നമുക്ക് നല്ലൊരു ടയറൊക്കെ വെച്ച് കൊടുക്കാം ഗൈസ്. നമുക്ക് ഇനി അലോയിലൊക്കെ നല്ല വെച്ച് കൊടുക്കാം ഗൈസ്. ഇനി നമുക്ക് അലോയിലിൻ്റെ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് കളറൊക്കെ കൊടുക്കാം ഗൈസ്. നല്ല രസത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. വീൽ സ്മോക്കൊക്കെ ബ്ലൂ കൊടുത്തിട്ടുണ്ട് മച്ചാന്മാരെ ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ബൈക്ക് കൊണ്ട് നേരെ നമ്മുടെ ക്യാപ്റ്റൻ്റെ ലൊക്കേഷനിലോട്ട് പോകാം ഗൈസ്. നമ്മുടെ ഡ്യുക്കാട്ടി പാനിഗർ പവർ വണ്ടിയാണ് ഗൈസ്. നല്ല പവർ കിട്ടുന്ന നമ്മുടെ ഡ്യുക്കാട്ടി പാനിഗർ ഗൈസ്. നമ്മളിങ്ങനെ ക്യാപ്റ്റൻ്റെ ലൊക്കേഷനിൽ എത്തി ഗൈസ്. നമ്മുടെ പാനിഗർ എടുത്ത് കത്തിച്ച് നമ്മൾ ക്യാപ്റ്റൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ അമേരിക്ക ഗൈസ്. നമുക്ക് ക്യാപ്റ്റനെ വിളിക്കാം. അങ്ങനെ നമ്മൾ ബൈക്കിൽ നേരെ നമ്മുടെ ക്യാപ്റ്റൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ക്യാപ്റ്റനോട് സംസാരിക്കാം. ക്യാപ്റ്റൻ അമേരിക്ക, ഞാൻ വണ്ടിയൊക്കെ ഏകദേശം നിങ്ങളുടെ ബൈക്കൊക്കെ ഏകദേശം ഞാൻ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ക്യാപ്റ്റൻ അമേരിക്ക. പവർ ബൈക്ക് തന്നെയാണ് കേട്ടോടാ ക്യാപ്റ്റൻ അമേരിക്ക. വീഡിയോ ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.